പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എത്തുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. എറണാകുളം കാക്കനാട്ട് കൂട്ട ആത്മഹത്യ എന്ന സംശയം. കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. എറണാകുളം കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയെയും സഹോദരിയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം വന്നതോടെ പോലീസിൽ അറിയിക്കുകയായിരുന്നു. വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. സൈഫുനീസ് അലിയാറുണ്ട് ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്നും. സൈഫുനീസ് അലിയാർ, ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോൾ മൃതദേഹങ്ങൾ വീണ്ടെടുത്തോ? വീട്ടിൽ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അരുൺകുമാർ, ഈ കാക്കനാട് ഈച്ചമുക്കിലാണ് ഈ കസ്റ്റംസിന്റെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. സമീപത്തൊക്കെ മറ്റ് വീടുകളുണ്ട്. ഇവിടെ ഈ വീട്ടിലുണ്ടായിരുന്നത് മനീഷ് വിജയ് എന്ന എറണാകുളം കസ്റ്റംസിലെ ഡെപ്യൂട്ടി കമ്മീഷണർ മനീഷ് വിജയ്. ഇവർ ജാർഖണ്ഡ് സ്വദേശിയാണ്. മനീഷ് വിജയും അമ്മയും സഹോദരിയുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന മൃതദേഹങ്ങൾ മനീഷ് വിജയുടെയും സഹോദരിയുടേതുമാണ്. അമ്മ ഈ വീട്ടിൽ ഇവരോടൊപ്പം തന്നെയാണ് താമസം. പക്ഷേ ഇവിടെ നിന്ന് പുറത്തുനിന്ന് പോലീസിന് പരിശോധിച്ചിട്ട് അമ്മയുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം മാത്രമേ പോലീസ് വീട് തുറന്നുള്ള പരിശോധന നടത്തുകയുള്ളൂ. വലിയ ദുർഗന്ധമാണ് ഈ ഭാഗത്തുള്ളത്. 2 ആഴ്ചയായി മനീഷ് വിജയ് ലീവിലായിരുന്നു. അതിനുശേഷം ലീവിന് ശേഷം മനീഷ് വിജയ് ഓഫീസിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല. ഇതേ തുടർന്ന് ഈ ഉദ്യോഗസ്ഥർ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകർ ഈ വീട്ടിലെത്തി പരിശോധിക്കുകയും അപ്പോഴാണ് ദുർഗന്ധം വരുന്ന ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത്. ഇതേ തുടർന്ന് തൃക്കാക്കര പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തൃക്കാക്കര പോലീസ് എത്തി വീടിന്റെ ചുറ്റും പരിശോധിച്ചപ്പോഴാണ് വീടിന് മുൻപിൽ, ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ തൊട്ട് ചേർന്നുള്ള ഇത് മുൻവശത്തെ ഒരു കിടപ്പുമുറിയാണ്. ഇവിടെയാണ് മനീഷ് വിജയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വീടിന്റെ പിന്നിൽ മറ്റൊരു കിടപ്പുമുറിയുണ്ട്. വീടിന്റെ പിൻഭാഗത്തേക്കുള്ള ജനലുള്ള അവിടെയാണ് ഈ സഹോദരി ശാലിനിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ 2 മൃതദേഹവും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരുടേതാണ് എന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ. മറ്റ് ഒരു അമ്മ കൂടി ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ മൃതദേഹം ഇവിടുന്ന് കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ തൂങ്ങി മരിക്കുക എന്നുള്ള രീതിയിലൊരു ആരോഗ്യ രീതിയുള്ള അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരാളല്ല അമ്മ. കുറച്ചുകൂടി പ്രായമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കിടപ്പുമുറിയിൽ എവിടെയെങ്കിലും നിലത്ത് കിടക്കുകയോ സഹോദരങ്ങൾ 2 പേരും തൂങ്ങി മരിച്ച നിലയിലാണോ കാണുന്നത്? എത്തിയാൽ മാത്രമേ തീർച്ചയായും അരുൺകുമാർ തൂങ്ങി മരിച്ച നിലയിലാണ്. പക്ഷേ അത് ആത്മഹത്യയാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. കാരണം കസ്റ്റംസിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർ കൂടിയാണ്. 2 ആഴ്ചയായി ലീവിലായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളുള്ളതായൊന്നും സഹപ്രവർത്തകരൊന്നും പറയുന്നുമില്ല. പ്രാഥമികമായി ഇവിടെ പ്രായമായ അമ്മയും ഈ സഹോദരനും സഹോദരിയും മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവരിവിടെ താമസിക്കാൻ എത്തിയിരുന്നത്. ജാർഖണ്ഡ് സ്വദേശികളാണ്. 4 മാസം മുൻപാണ് ഈ കാക്കനാട് ഈച്ചമുക്കിലെ ഈ ക്വാർട്ടേഴ്സിലേക്ക് ഇവർ താമസിക്കാൻ എത്തിയിരുന്നത്. ഈ പരിസരത്തുള്ളവരായിട്ടൊന്നും അങ്ങനെ ഒരു സംസാരിക്കുന്ന പ്രകൃതവും ഒന്നും ആയിരുന്നില്ല. പ്രത്യേകിച്ച് ക്വാർട്ടേഴ്സാണ്. അടുത്ത് മറ്റ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഭാഗത്തൊക്കെയാണ് അവരോടൊക്കെയാണ് ഇൻട്രാക്ട് ചെയ്തിരുന്നത്. ഈ ഭാഗത്തുള്ളവരുമായിട്ട് കാര്യമായി സംസാരിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്.